അമ്മക്കുട്ടിക്ക് എന്താ പടി? നമ്മുടെ കുറച്ച് അടീനിയൻ ചെടികള് അമ്മ കുറേ നാളായി അതിൽ പുല്ലൊക്കെ കയറി ഒന്നും വളമൊന്നും ഇടുക ഒന്നും ചെയ്ത് ഇതിന് വളവും വെള്ളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. കല്ലൊക്കെ ഉണ്ടല്ലേ ഇതില്? അതെന്തുകൊണ്ടാ കല്ലിടുന്നേ? കല്ല് മതി, കുറച്ച് കൂടുതൽ മണ്ണ് വേണ്ട. അപ്പോൾ ഇത് കണ്ടോ, ഇതിനൊന്ന് മാറ്റി വേറെ ഒന്നിൽ വെക്കാൻ പോകുന്നു. ഇത് കണ്ട, ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ എൻ്റെ കയ്യിൽ കൂടുതലൊന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ. വലുതായ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഇത്രേ ഉള്ളൂ. മണ്ണ് കുറച്ച് കൂട്ടിയിടണം. ഇങ്ങനത്തെ 2-3 ഇരിപ്പുണ്ട്. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കളറായിരിക്കണം, നോക്കാം. ഇത് സെയിം അല്ല ഇതില്. ഇതിനെടുത്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അല്ലമ്മ, ഇതിന്റെ വലുത് നമ്മളേലുണ്ടല്ലോ. ഇങ്ങനെ പിടിച്ചു പൊന്നിക്കുട്ടിയുണ്ട്. നമ്മുടെ പൊന്നിക്കുട്ടി നല്ല സുന്ദരിയായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. വലുത് വിത്തും വരാറായി. ഇത് കുറച്ച് എന്തൊക്കെയാ ഉള്ള? ഇതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും ചാണകപ്പൊടി, നല്ല മണ്ണാണ്. പിന്നെ ഇത് എന്താണ് എല്ലുപൊടി എന്ന് വെച്ചാൽ എന്തോന്ന്? എല്ലില പൊടിയാ? ഇത് കുറച്ച് എംസാൻഡാണ്. എംസാൻഡ് ഞാൻ തൊട്ട് നോക്കട്ടെ. അതും കൂടെ ഇട്ട് ആണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. എംസാൻഡ് തന്നെ. ഇതിന് മണ്ണധികം വേണ്ട, എംസാൻഡ് മാത്രം മതി. എനിക്ക് ഇതിന്റെ വലിയ പരിചരണമൊന്നും അറിയില്ല. എംസാൻഡ് വെള്ളം എപ്പോഴും ഒഴിക്കണോ? വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കണ്ടേ ചിലപ്പോ? ഇതങ്ങനെ വാടണമെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല വെള്ളം ഒഴിച്ച്. ഞാനിപ്പം മഴ അധികം കൊള്ളണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പം മഴയത്താണ് വച്ചിരിക്കുന്നത്, പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഇങ്ങനത്തെ വേണ്ട ഈ കല്ലുകൾ വേണ്ട, ഇത് കിട്ടിയാൽ ഇതിട്ടാൽ മതി. കുറച്ചും കൂടെ കല്ല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുട്ട നിറച്ചു ആ കല്ലെടുത്തിട്ട് ഇങ്ങനത്തെ കല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മണ്ണൊക്കെ കുറച്ച് മതി. നമ്മുടെ കളിപ്പാട്ടം കല്ലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. കണ്ട്, ഇത് നല്ലൊരു കല്ലാണ്, ഫാഷൻ കല്ല്. അമ്മയ്ക്ക് ഫാഷൻ കല്ല് എടുത്തിടാൻ പറ്റുള്ളൂ. വീട്ടിൽ ഞാൻ ഫാഷൻ കല്ലിന്റെ പുറത്തുള്ള മണ്ണ് മാറി ഇട്ട് കൊടുക്കണം. നമുക്കിത് പിന്നെ കുറച്ച് കല്ലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോ ഒരുപാടുണ്ട്. നമ്മൾ എംസാൻഡാണ് ഇതിനകത്ത്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതോന്നറിയില്ല. നമ്മുടെ അങ്ങ് നമ്മുടെ ഹരിപ്പാട് രാജീവ് അങ്കിളിൻ്റെ വീട്ടിൽ പോയില്ലേ, അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണോ എന്നൊരു സംശയം. ഓർമ്മയില്ല എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഇത് കളറും അറിയില്ല ഏതാണെന്ന്. അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് ഈ പാത്രത്തിൽ ഇതിന്റെ വൈറ്റ് കളർ ഉണ്ടാ? വൈറ്റ് ഉണ്ട്. എല്ലാം ഉണ്ടാ? വേറെ ഒന്നും. ബ്ലൂ ഉണ്ടാ? ഈ പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പർപ്പിൾ ഉണ്ടാ? ഇതിന് ചെറിയ പാത്രം മതി. എന്നാലേ ഇതിൻ്റെ. പിന്നെ ഇതെങ്ങനെ ഇത്രയും വലിയ പാത്രങ്ങളായത്? അമ്മയ്ക്ക് പണ്ട് ചട്ടി ഉണ്ടാക്കാൻ അറിയാമായിരുന്നല്ലേ? ഇത് അമ്മ ഉണ്ടാക്കിയ ചട്ടിയാണ്. ഇത് അമ്മ ഉണ്ടാക്കിയ ചട്ടി. ഇത് അമ്മ ഉണ്ടാക്കിയ ഡിസൈൻ ചട്ടി അമ്മ ഉണ്ടാക്കിയതാണ്. ഇപ്പാണ് ഉണ്ടാക്കാത്ത ചട്ടി. ഇപ്പഴും എനിക്കും പൊന്നൂനും ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരോ? ഒരു ചട്ടി പഠിപ്പിച്ചൊക്കെ തരാം. അമ്മക്ക് എങ്ങനെയാണ് അമ്മ ചട്ടി ഉണ്ടാക്കാൻ അറിയാന്നുള്ളത്? ചുമ്മാതല്ല ഇങ്ങനെ ഇരിക്കുന്ന ഈ ചട്ടി. ഈ ചട്ടി വാങ്ങിച്ചത് അല്ലെ? ചുമ്മാ ഈ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത്, പഴയൊക്കെ ഇരിക്കുന്നത് അമ്മ വെച്ചോണ്ടാണ്. അമ്മ ഉണ്ടാക്കി. ഇതെങ്ങനെ അമ്മ ഡിസൈൻ ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന ചട്ടി ഉണ്ടാക്കുമ്പോ? അതൊക്കെ വേറെ ഡിസൈനുള്ളൊക്കെ ചട്ടി വെച്ച് നമുക്ക് ഉണ്ടാക്കി. അമ്മ കുറേ ചട്ടി ഉണ്ടാക്കി. പിന്നെ അതൊക്കെ ഇപ്പൊ ഇവിടെ കുറെ നാളുകൊണ്ട് ചട്ടിയൊന്നും ഉണ്ടാകാത്ത. നമുക്ക് ഒരു ദിവസം അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനം പറഞ്ഞാൽ അച്ഛനെ കൊണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്ത് തരാം അമ്മയ്ക്കുള്ള സാധനം. കേട്ടാ പൊന്നു? അതിന് മണ്ണ് വാരി കൊണ്ടുപോവാണ് കളിക്കാൻ. പൊന്നു പൊന്നു എടുത്തോണ്ട് വേണം. നമ്മുടെ ഇതൊക്കെ ഇട്ട് ഇതിനകത്ത് കുറച്ച് എല്ലുപൊടി ഞാൻ അങ്ങനെ പച്ചക്കറിക്കൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഇപ്പൊ ഈ ചെടിക്കൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. എല്ലുപൊടി എന്ന് പറയാതെ എനിക്ക് എന്തോ പോലെ ഉണ്ട്. ആനിക്കുട്ടി എല്ലുപൊടിയുടെ മണം കേട്ടിട്ടാണ് ഓടി വന്നത് അവിടെ നിന്ന്. കുട്ടിക്ക് എല്ലുപൊടി ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള അവൾ എവിടെ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ്ട ഇത് കണ്ടോ, ഇത് വലുതായി കണ്ടോ. ഇതിപ്പോൾ ഇന്നാള് വലിയച്ഛൻ വന്നപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് തന്നതാണ് വലിയച്ഛൻ. ഇതിന്റെ കൊമ്പുകളെല്ലാം അതാണ്
കൊമ്പ് പോയത്. കട്ട് ചെയ്തെല്ലാം ഇട്ടേക്കുക. നല്ല രസമുണ്ട്. പക്ഷെ അപ്പം അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഇഷ്ടംപോലെ ഇതിൻ്റെ നല്ല വെറൈറ്റി നല്ല കളറ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പം കൊതിയാവും. പക്ഷേ ഞാനിതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുന്നുമില്ല. ഇതൊക്കെ നമുക്കുള്ളത് മതി. എവിടെന്നെങ്കിലും കിട്ടുന്നതൊക്കെ വെച്ച് നമുക്കിങ്ങനെ വയ്ക്കാം. അത്രയൊക്കെ മതി. അത്രയ്ക്കുള്ള ആഗ്രഹമേ ഉള്ളൂ. എന്തായാലും മേടിക്കുന്നില്ല. നല്ല രസമുണ്ട് അമ്മ. അമ്മ ഉണ്ടാക്കുന്ന ചട്ടി ഭയങ്കര ഫാഷൻ. ഇതാണ് അമ്മ ഉണ്ടാക്കിയ ചട്ടി എന്ന് ഞാൻ പറഞ്ഞു. ഇതിലും ഫാഷൻ ഉണ്ട്, വേറെ ഫാഷൻ. ഇത് അമ്മ ഉണ്ടാക്കിയ ചട്ടിയാണ്. ഇത് ഭയങ്കര ഫാഷനാണ്. കണ്ടാ സൈഡിൽ ഇങ്ങനത്തെ ഒരുപാട് ഭയങ്കര ഇതാണ്. കണ്ട ഡിസൈനൊക്കെ ഉണ്ട്. കണ്ട ഇതും അമ്മ ഇട്ട് ഉണ്ടാക്കിയ ചട്ടി തന്നെ. ഇത് അധികം ഡിസൈനൊന്നും ഇല്ല, കുറച്ച് വരയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇത് പൂക്കുമ്പോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ, എന്തോ കളറാണെന്ന് കാണാമേ. നമുക്ക് പൊന്നൂന്റെ എന്തോ ഒരു മണ്ണ് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയല്ല, ഇനി 2-3 ഉണ്ട്. അത് ഞാൻ ഇതുപോലെ മാറ്റി വെക്കാൻ പോവാണ്. വയ്ക്കുമ്പം എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. വേറൊരു വലുത് താണ്ട് നിപ്പുണ്ട്. അതിന്റെ ഇതെന്തൊരു ഇല അമ്മ? ഇതിപ്പോ ഇലയാണോ വിത്താണോ? വിത്ത് ഇത്രയും വലുത് കണ്ട, ഒരു ഓന്തന പോലെ ഉണ്ട് ഈ വിത്ത് കണ്ടിട്ട്. വീണ്ടും ഒരു വിത്ത്, ഒരു പൂ ഇതിലും കാച്ച്. ഇത് ഭയങ്കര വലുതാണ്. അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടോ, ഇത്രയും മതി. അങ്ങനെ നമുക്ക് ഇനി 2 ഇരിക്കുന്ന ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പൊ ശരി, ഓക്കെ. ബൈ ബൈ ഉമ്മ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. നമ്മുടെ വീഡിയോയുടെ പേര് മിന്നു പൊന്നു വേർഡ്. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. See you ഉമ്മ. Love you.